ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജടായുപ്പാറയിലേക്കുള്ള യാത്ര. പോകുന്ന വഴിയുടെ ഇരുവശവും മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 850 പരം പടികൾ കയറി വേണം പോകാൻ. കേബിൾ കാർ വഴി പോകാമെങ്കിലും അന്ന് അതിശക്തമായ കാറ്റ് കാരണം നടന്നു പോകാനേ അനുവദിച്ചുള്ളൂ. ഒരാളിന് 325 രൂപയാണ് ചാർജ്. കേബിൾ കാറിൽ കൂടി പോകുകയാണെങ്കിൽ ഒരാളിന് 556 രൂപയാണ്, ടാക്സ് ഉൾപ്പെടെ. നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ടിക്കറ്റും എടുത്ത് മുന്നോട്ട് നടന്ന് നീങ്ങിയപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക്കോ മറ്റ് സാധനങ്ങളോ കയ്യിലുണ്ടോ എന്ന് അവർ പരിശോധിക്കുകയും ചെയ്തു. പടികൾ ഓരോന്നോരോന്നായി കയറിയപ്പോൾ ഇരുവശത്തും മരങ്ങളും ചെടികളും ഉള്ളതിനാൽ വലിയ ചൂടും വെയിലും ഏൽക്കേണ്ടി വന്നില്ല. ഇടയ്ക്ക് ഇരിക്കാൻ വേണ്ടി സിമൻറ്റ് ബെഞ്ചും പാറയിൽ ഉണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയ ഗുഹകൾ പോലെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ നടന്നും പടികൾ കയറിയും ചുറ്റുമുള്ള പ്രകൃതി ആസ്വദിച്ചും നടന്നു നീങ്ങി. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കുത്തനെയുള്ള ചരിവുണ്ടായിരുന്നു. ആ സ്ഥലത്ത് കമ്പി കൊണ്ട് തൂണും വേലിയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ പിടിച്ച് മുകളിൽ കയറി. 200 അടി നീളവും 150 അടി വീതിയും 150 അടി ഉയരവും 1500 ചതുരശ്ര അടി വിസ്തീർണവും ഉണ്ട് ആ ശില്പത്തിന്. അതിനടുത്ത് തന്നെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്രീരാമ ക്ഷേത്രമുണ്ട്. പഴയ ക്ഷേത്രത്തെ പുതുക്കി പണിതതാണത്. അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്. അത്യാവശ്യത്തിന് ചായയും സ്നാക്സും നാരങ്ങ വെള്ളവും കിട്ടുന്ന ഒരു ഷോപ്പും കൂടിയുണ്ട്. മുകളിൽ കയറി ചുറ്റുമൊന്ന് കണ്ണോടിക്കുന്നത് വളരെ ആനന്ദകരമാണ്. കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന പ്രകൃതി ഭംഗിയാണ് അവിടെയുള്ളത്. അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. 10 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇത് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ച ബെഞ്ച് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം വളരെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ശേഷമുള്ള അനേകം ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി തിരിച്ച് അതുപോലെ സാവധാനം ഇറങ്ങി വന്നു. ഏകദേശം 2 മണിക്കൂർ എടുത്തു ഇതെല്ലാം കണ്ടു തിരിച്ചു ഇറങ്ങിയപ്പോൾ. ബാക്കിയുള്ള ചിത്രങ്ങൾ കൂടി ആസ്വദിക്കൂ. Mama.
बाथरूम